ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ചീരക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു സ്പെഷ്യൽ റെസിപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കൂടെ പരിപ്പ് വേവിക്കുമ്പം കുക്കറിൽ നിന്ന് ഒരുപാട് അതങ്ങ് തിളച്ച് തൂവി പോകാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ ചീരക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചീര എടുത്ത് കട്ട് ചെയ്യണം. ഞാൻ പച്ച ചീരയാണ് യൂസ് ചെയ്യാൻ പോണത്, ചുവന്നതല്ല. അപ്പോൾ ഞാനിത് സാധാരണ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു സിപ്പ് ലോക്കുള്ള കവറിലെടുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് നാളൊന്നും ഇരിക്കില്ല, പക്ഷേ ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ചീര. അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നന്നായിട്ട് താഴെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇതിങ്ങനെ സിപ്പ് ലോക്ക് എന്ന് പറഞ്ഞാൽ അത് എയർ ടൈറ്റ് ആയിട്ടിരിക്കുമല്ലോ, അങ്ങനെയുള്ള ഒരു കവറിലാണ് ഞാനിത് ഇട്ട് വെക്കാറുള്ളത്. അപ്പം ഇത്തിരി മോയ്സ്ചർ എന്തെങ്കിലും ഒരു ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ ടിഷ്യൂവിൽ അതങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കും, കാണാമല്ലോ അല്ലേ, ഇച്ചിരി ഫ്രഷ് ആയിട്ടായിരിക്കുന്നത് ചീരയെല്ലാം. അപ്പം നമുക്കതിനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സിപ്പ് ലോക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന റബ്ബർ ബാൻഡ് ഇട്ട് മൂടിയിട്ടോ ചീര ഉടയാതെ നോക്കണം. അങ്ങനെയുള്ള ഒരു നല്ലൊരു കവറിലിട്ട് വെച്ചാൽ ഇത്തിരി ഫ്രഷായിട്ട് നല്ല ഗ്രീൻ കളറിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനി ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാം. തന്നെ നമ്മൾ പരിപ്പിട്ടിട്ടാണ് ചീരക്കറി വെക്കാൻ പോകുന്നത്. അതിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് പരിപ്പുണ്ട്. ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അതിലേക്ക് ഒരു കപ്പ് ജസ്റ്റ് അതിൻ്റെ മൂടിയിട്ട് ഒന്നും കൂടെ കവിഞ്ഞ് നിൽക്കാനുള്ള അത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാനതൊന്ന് തീ ഓൺ ചെയ്തിട്ട് കുക്കർ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിനി ഇത് നമ്മളൊന്ന് ഓൺ ചെയ്യുമ്പോൾ സാധാരണ പരിപ്പ് എല്ലാം കൂടെ തിളച്ച് തൂവി എല്ലായിടത്തും പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഒത്തിരി തിളച്ച് തൂവി എല്ലായിടം കൂടി കവിഞ്ഞ് താഴെ വീഴില്ല. നമുക്കറിയാം, കുക്ക് ചെയ്യുന്നവർക്ക് അറിയാതെ എന്തൊരു ബുദ്ധിമുട്ടായി പരിപ്പ് വേവിക്കുമ്പോൾ ഒന്ന്. അപ്പോൾ സ്പില്ലായിട്ട് നല്ലോണം വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലായിടവും നമ്മൾ വൃത്തിയാക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതെനിക്ക് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ, മോംസ് ചാനൽ ഫാമിലി മെമ്പർ തന്നെ പറഞ്ഞു തന്നാണ്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദിത്യ വി ഉണ്ണി ആളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ടിപ്പ്. താങ്ക് യു സോ മച്ച് ആദിത്യ. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് അടിക്കാൻ പോകുന്നത്, അത് മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, സാധാരണ പരിപ്പ് വേവിക്കുന്നവർക്കറിയാം, അത് ജസ്റ്റ് ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അതെല്ലാം കൂടെ ഓവർഫ്ലോ ചെയ്ത് താഴെ കൂടെ എല്ലാം കൂടെ പോവും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളായി തോന്നി എനിക്ക്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. ഞാനൊരു 3 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി അത് തനിയെ ഇരുന്നിട്ട് റിലീസ് ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ജീരകം പൊട്ടിക്കാൻ പോവാണ്. കടുക് ഇടുന്നില്ല കേട്ടോ, പകരം ജീരകമാണ് യൂസ് ചെയ്യുന്നത്. ജീരകം ഒന്ന് പൊട്ടുമ്പം പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് പരിപ്പ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത്. അതെപ്പോഴും പരിപ്പ് കൊണ്ടുള്ള എന്ത് കുക്ക് ചെയ്യുമ്പോഴും കുറച്ച് വെളുത്തുള്ളി അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ കളറിൽ വഴന്ന് വരുമ്പം ബാക്കി നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ബാക്കി ഇനി സവോള ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി, ഇതൊരു വലിയ തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് വഴറ്റാൻ പോവാണ്. അപ്പോൾ ഇനി ഇതവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പരിപ്പ് എന്തായെന്ന് നോക്കാം. അപ്പോൾ ദേ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ആ പാത്രം ഒന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നുമില്ല അതിൻ്റെ ബാക്കി. അപ്പം നമുക്ക് നല്ല ഉടഞ്ഞിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ ഉടഞ്ഞോളും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വന്നപ്പോൾ നല്ലോണം ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചാൽ മതി. ഉടഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. പരിപ്പ് കുക്കറിലുണ്ടായിരുന്നല്ലോ, അത് ഉടച്ചെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഈ സെയിം കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് കാണാനൊരു അതിൻ്റെ കുക്കർ എനിക്ക് അടഞ്ഞിരിക്കുന്നൊരു കുക്കറാണ് എൻ്റെ, അതുകൊണ്ട് ഞാനൊന്ന് ഇച്ചിരി തുറന്നിരിക്കുന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ കാണിക്കാൻ.
വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഉടച്ചെടുത്ത പരിപ്പാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഇനി വെള്ളം ചേർത്ത് നീട്ടുക കേട്ടോ. ഉടച്ചതിന് ശേഷം വെള്ളം ചേർക്കണം, ഇല്ലെങ്കിൽ തണുത്ത വെള്ളം എടുത്തിട്ട് പരിപ്പിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞില്ലെങ്കിൽ അത് അതുപോലെ തന്നെ കിടക്കും പരിപ്പ്. അപ്പോൾ ഉടച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് എത്രയാണ് കറി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം നമുക്ക്. പരിപ്പ് വെന്ത് വരുമ്പം തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ ചീര ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഒരുപാട് വേവിക്കണ്ടല്ലോ ചീര, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ ഗുണമൊക്കെ ഓവർ കുക്കായിട്ട് പോവും. അപ്പോൾ പാകത്തിന് മാത്രം സമയത്ത് വേവിച്ചാൽ മതി. അത് മറ്റേത് ഓൾമോസ്റ്റ് ആവുന്ന ഒരു സമയത്ത് മാത്രം ഇതിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഏതാണ്ട് ഒരേ സമയത്ത് രണ്ടും കൂടെ ഫിനിഷ് ആവും. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുന്ന സമയം വരെ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. അടഞ്ഞിരുന്നൊന്ന് വേവട്ടെ. ആയിട്ടുണ്ട്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും അപ്പോൾ നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ, കാരണം പരിപ്പിൽ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി 1/4 to 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടാൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അതിലേക്ക് നമ്മുടെ കൂട്ട് അതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. ഒരുപാട് തിളപ്പിക്കണ്ട, പിന്നെ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, പരിപ്പും ചീരയെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് മിക്സ് ആവുന്നവരെ, സ്പൈസ് എല്ലാം മിക്സ് ആവുന്നവരെ തിളപ്പിച്ചാൽ മതി കേട്ടോ. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയാണ്. പക്ഷേ അത് അവരുണ്ടാക്കുന്ന അതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചോറിനും നമ്മുടെ പലഹാരത്തിനും ഒന്നും അത് ചേരില്ല. അതുകൊണ്ട് ഞാനും അതൊന്ന് മലയാളീകരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചോറിനും നമ്മുടെ മട്ടേരിക്കും അതുപോലെ പലഹാരത്തിനും ഇത് നന്നായിട്ട് ചേരും കേട്ടോ. ചപ്പാത്തിക്കും അതുപോലെ രാവിലത്തെ ദോശയ്ക്കും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന പരിപ്പ് കറി പലഹാരങ്ങൾക്കൊന്നും അത്ര ചേരാറില്ലല്ലോ. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കൂ, പലഹാരങ്ങൾക്കും നല്ല ചേർച്ചയാട്ടോ. ഇത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ നല്ല ഒരുപാട് റെസിപ്പീസ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾക്ക്, വയറുവേദന അതുപോലെ തൊണ്ടവേദന, ചുമ ഇതുപോലെയുള്ള അസുഖങ്ങൾക്ക്, കുട്ടികൾക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള ഒറ്റമൂലികൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സും അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റെസിപ്പീസും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടൻ്റ് എല്ലാം കണ്ടു നോക്കുക, വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. ചാനലിനകത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. വറുത്തിടാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ. നമ്മൾ സാധാരണ വറുത്തിടുന്ന കടുകും അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം ഞാനിത്തിരി എണ്ണ ഒഴിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കറിക്ക്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ മുരിഞ്ഞ് വരുമ്പം ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 അല്ലിയും കൂടെ ചേർക്കണം. നമുക്ക് ജീരകം ആഡ് ചെയ്യാം. ഇനി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കായമാണ്. അത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ. കരിയാതെ നോക്കണം. ഇതിലേക്ക് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്യാൻ പോവാണേ. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലായിരുന്നു, മുളക് പൊടി കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കറീൻ്റെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ എന്താ ഇഷ്ടമാവാതിരുന്നതെന്ന് കൂടെ താഴെ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.